ഞാൻ വിളിച്ചിട്ട് ഞാൻ ഫോണിൽ വിളിച്ചു, സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, തെണ്ടിത്തരം ആട്ടോ കാണിച്ചത്, എനിക്ക് ജീവിക്കാൻ സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിപ്പം നമുക്കാണെങ്കിലും ലാൽ സാറാണെങ്കിലും എല്ലാവരും എനിക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് സർ എന്ന് വിളിക്കുള്ളൂ. ഇത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നവരോടും പറയുന്നുണ്ട്. കാരണം യു ഷുഡ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. നമ്മൾ വിജയിക്കുന്നവരുടെ കഥ മാത്രമല്ല അറിയുന്നുള്ളൂ. ദൃശ്യം കൊറിയയിൽ റീമേക്ക് ചെയ്യാൻ പോകും. അപ്പോൾ കൊറിയയിൽ നിന്ന് ഞാൻ എടുത്തതാണെങ്കിൽ ഇതിൻ്റെ കൊറിയക്കാർ മേടിച്ചെടുക്കുന്നത്. ഇപ്പം എനിക്കിത് ആരെ ബോധിപ്പിക്കേണ്ട കാര്യം? ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാന്ന് ഞാനിപ്പോഴും മനസ്സിലാക്കി വരുന്നത്. മലയാള സിനിമയുടെ റീമേക്കുകൾ, പ്രത്യേകിച്ച് ഹിന്ദി റീമേക്കുകൾ കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. ദൃശ്യത്തിന്റെ റീമേക്സിനെ എങ്ങനെ അസസ് ചെയ്യുന്നത്? അവരുടെ നാട്ടിൽ അവർക്ക് അതൊക്കെയാണ്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ വെങ്കടേഷ് എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് പാർട്ടിനകത്തും ഞാൻ 3 ദിവസം പോയി വർക്ക് ചെയ്തായിരുന്നു. അദ്ദേഹം വന്ന് എന്നോട് പറയും, സർ ഡോണ്ട് എക്സ്പെക്ട് ദ റിയാക്ഷൻസ് ഓഫ് മോഹൻലാൽ ഫ്രം മീ എന്ന് പറയും. ഞാൻ പറഞ്ഞു, സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് റിയാക്ഷൻ, യു പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ എന്ന് ഞാൻ പറഞ്ഞത്. തെലുങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ദേ ആർ ഹാപ്പി. അതല്ലേ ഇപ്പം നമ്മളതിനെ വെച്ചിട്ട് അസസ് ചെയ്യേണ്ട കാര്യമില്ല. ശരിയാ, ലാലേട്ടൻ ചെയ്യുന്ന രീതിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയും ലാലേട്ടൻ, മമ്മൂക്കായൊക്കെ ഇവിടെ അല്ലെങ്കിൽ മലയാളത്തിലെ പല ആക്ടേഴ്സിൻ്റെയും കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഓഡിയൻസ് അവർക്ക് ഇഷ്ടമുള്ള നടൻ ചെയ്യുമ്പോൾ അവർക്കത് ഓക്കെ ആണെങ്കിൽ എന്താ കുഴപ്പം, അവർ ചെയ്യട്ടെ. ഇപ്പൊ ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ദൃശ്യം ആദ്യം കഥ പറഞ്ഞത് മമ്മൂട്ടിയോടാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് വർക്ക്ഔട്ട് ആവാഞ്ഞത്? എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അത്രയും നീ കാത്തിരിക്കണം, നീ വേറെ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അന്നേരം ഒന്നും ആയില്ലെങ്കിൽ അന്നേരം ആ സമയത്തല്ല, നിന്നെ ഇപ്പോഴേ പഠിഞ്ഞ് 2 വർഷം 1.5-2 വർഷം എടുക്കൂടാ, അന്നേരം പിടിച്ചിടേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ആക്ച്വലി എന്നെ സേവ് ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇപ്പം ചെയ്യാനും പറ്റില്ല, അദ്ദേഹം തുറന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലായി. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഞാനവിടെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് പ്രാക്ടിക്കലി ചിലപ്പോൾ അത് നടന്നില്ല എന്നൊക്കെ വരും. അതാണ് സാർ. ഒരിക്കലും മാർക്കറ്റ് ട്രെൻഡ്സും അല്ലെങ്കിൽ ആളുകളുടെ എക്സ്പെക്ടേഷൻസ് നോക്കി സിനിമ ചെയ്യണമെന്ന്? അയ്യോ, എനിക്ക് അങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊരു വിലയില്ലാതെ പോയില്ലേ. ഒരു ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. എനിക്കൊരു ഇഷ്ടമുള്ളൊരു കഥ പറയുക എന്ന് പറയുന്നൊരു സാധനം എനിക്ക് തോന്നുന്നു ഒരു ഫിലിം മേക്കറും അങ്ങനെ ആയിരിക്കില്ല. ആർക്കും ഇഷ്ടമില്ലാതല്ല, അവർക്ക് അവരുടേതായ ഇഷ്ടം. പിന്നെ ചിലർക്ക് ആ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് കളിക്കാനൊക്കെ അറിയാം. എനിക്കത് അങ്ങനെയൊന്നും അറിയില്ല. നമ്മളൊരു കഥ വരുമ്പോൾ അതിനോട് അപ്രോച്ച് ചെയ്തു അതങ്ങ് സിനിമയാക്കുന്നു, അത്രേ ഉള്ളൂ. ജയരാജിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെയല്ലേ തുടക്കം? എനിക്ക് അത് അവിടുന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിനിമ അദ്ദേഹം ചെയ്യുള്ളൂ. അത് ഭയങ്കര ഒരു എനിക്ക് ജയരാജ് സാറിൽ നിന്ന് ഞാൻ പഠിച്ച ഡയറക്ഷനല്ല, തൻ്റെ ഇടമാണ്. അദ്ദേഹത്തിനൊരു കഥ അദ്ദേഹം ചെയ്യും, അദ്ദേഹം കഥ പറയുന്നു. അതിനകത്ത് ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാകത്തില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ആസ് എ ഫിലിം മേക്കർ നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുന്നത്. ചോദിച്ചെന്താണ്? എത്ര നാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ AD ആയിട്ട്? 1 വർഷം. ഒരു പടം എങ്ങനെയായിരുന്നു ഇനീഷ്യൽ ഡേയ്സ്? കാരണം ടോട്ടലി വേറെ എക്സ്പോഷേഴ്സ് ഒന്നും ഇല്ലാണ്ട് വന്ന ഒരാളാണല്ലോ സിനിമ. ജയരാജ് സാറിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കൂടെ നിൽക്കണമെന്ന് ആരോ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ഫാമിലി ഫ്രണ്ടായിരുന്നു ജയരാജ് സാർ. അപ്പം അന്നേരം അദ്ദേഹം ഇത് തുടങ്ങാൻ പോകുമായിരുന്നു, ബിബൽസ. അതിനു മുമ്പ് ശാന്തൻ എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് തുടങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ആൾ ഫില്ലായി. ഒരു പടം എന്ന് പറഞ്ഞാൽ 2 അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബിബൽസയിൽ ടോട്ടൽ 18 ദിവസത്തെ ഇതായിരുന്നു, ഒരു ഫെസ്റ്റിവൽ സിനിമയായിരുന്നു. അതിനകത്തൊരു 5-6 ദിവസം വർക്ക് ചെയ്തു. പിന്നെ ഞാൻ തിളക്കത്തിലാണ് വർക്ക് ചെയ്തത്. അതും ഫുള്ള് വർക്ക് ചെയ്തില്ല, ഒരു 10-25 ദിവസം 28 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടേണ്ട വന്നു. കാരണം എവിടെയോ ജയരാജ് സാറിന് എനിക്കൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ ജയരാജ് സാറിൻ്റെ സ്വന്തം ആളാണെന്ന് എവിടെയോ എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസിൽ അവിടെ മൊത്തത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു അസിസ്റ്റൻറ്റിന് എന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അത് കാരണം
ഡ്രസ്സിൻ്റെ കണ്ടിന്യൂറ്റി ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ടിന്യൂറ്റി ഡ്രസ്സൊക്കെ അപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, മിസ്സായി പോകുന്നുണ്ടായിരുന്നു. ഒരു മനയിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഡ്രസ്സ് ഇല്ല. ഞാൻ കൂടെ ഒന്ന് കരഞ്ഞാലൊളിച്ച് ഓടുക കിടക്കുക. അപ്പുറത്ത് റബ്ബർ തോട്ടത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന ആൾക്കാർ. അപ്പോൾ അന്ന് ജയരാ സാറിന് അദ്ദേഹം അതിൻ്റെ ടെൻഷന് നിൽക്കുകയല്ലേ, അദ്ദേഹം വിളിച്ച് എന്നോട് ചൂടായി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു കോസ്റ്റ്യൂം ചെയ്തത്. പുള്ളിക്കാരത്തേക്ക് അറിയാം അതിനകത്ത് എൻ്റെ കുഴപ്പമൊന്നും. പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാനൊരു 10-28 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോവാണ്, തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ പോകുന്നു. അപ്പൊ അതോടുകൂടി സിനിമ മതി എന്നുള്ള ചിന്തയോട് കൂടിയാണ് പോകുന്നത്. ഡിറ്റക്റ്റീവിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. നിമിത്തായി. അതെ, പല രീതി അല്ല, ആദ്യം ഡിറ്റക്റ്റീവിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നില്ല, അതിനകത്ത് കണ്ട അസോസിയേറ്റിനോട് ഞാനൊരു കഥ പറഞ്ഞതാണ്. ഞാൻ 1.5 വർഷത്തോളം കഥ ആയിട്ട് അത് നടക്കാഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഡിറ്റക്റ്റീവ് എഴുതിയത്. ഡിറ്റക്റ്റീവ് എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അത് നടന്നായിരുന്നെങ്കിൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമയിലേക്കുള്ള എൻട്രി, കഥ ജിത്തു ജോസഫ് ഇത്രയും ഉണ്ടാവുള്ളായിരുന്നു. അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് വന്ന് വീട്ടിൽ കിടന്ന് ഞാൻ വൈഫ് പുള്ളിക്കാരത്തെയും കരഞ്ഞു, എനിക്കും കരച്ചിൽ വന്നു. ജയരാജ് പടത്തിൽ നിന്ന് പോയതിന് അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ കഥയായിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടി നടന്നു. അതൊരു 1.5 വർഷം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തായി, കഥ മാറ്റി. അപ്പം ഞാൻ പുറത്തായി. അന്നേരമാണ് പുള്ളിക്കാരത്തേക്കും ഒക്കെ സങ്കടം വന്നു. കാരണം ഇത്രയും ഇറങ്ങി കഷ്ടപ്പെട്ട് നടന്നിട്ട് ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട്. അന്നേരമാണ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ പകുതി എഴുതി വെച്ച മുക്കാൽ എഴുതി തീർന്നായിരുന്നു. ഞാൻ ജയരാജ് സാറിൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഡിറ്റക്റ്റീവ് എഴുതി. കാരണം സ്ക്രിപ്റ്റൊക്കെ കണ്ടല്ലോ, ആദ്യമായിട്ട് ലൈവായിട്ടൊരു സ്ക്രിപ്റ്റ് കാണണം. മറ്റത് ഈ പത്മരാജ് സാറിൻ്റെയും ഇവരുടെയൊക്കെ DC ബുക്സിൻ്റെ ഇവരുടെയൊക്കെ ഉള്ള ഇത് വായിച്ചു. കാരണം ഈ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയണ്ടേ. അങ്ങനെ ഞാൻ ഡിറ്റക്റ്റീവ് എഴുതി വെച്ചു. അപ്പം ഈ സിനിമ നടന്നില്ല, ഞാൻ വരുന്നു. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ നടത്തി, എന്നാൽ ശരി ചെയ്തേക്കാമെന്ന് പറഞ്ഞ് അതുമായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ് എന്ന് സിനിമയിൽ ആദ്യമായിട്ട് പേര് വയ്ക്കാൻ പറ്റി. നിമിത്തമായിരിക്കും. അതിന് മുമ്പ് ഞാനൊരു സീരിയൽ എഴുതിയിട്ടുണ്ട്. പഴയ ദൂരദർശൻ്റെ 13 എപ്പിസോഡിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ പേര് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വിട്ടുപോയി. ആ 13 എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ എഴുതി വെച്ചിട്ട് ദൂരദർശനിൽ ഒരു കളി കളിക്കാൻ നോക്കി. അത് ഈ പറഞ്ഞ മമ്മി ആൻഡ് മീയുടെ ടെലിഫിലിം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല പിടിപാട് വേണം അവിടെ, ബന്ധങ്ങൾ വേണം. തിരുവനന്തപുരത്ത് നമ്മുടെ റിലേഷനൊക്കെ വെച്ച് കുറേ കളിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നടക്കില്ലെന്ന്. നേരെ വന്ന് എഴുതിയതെടുത്ത് കത്തിച്ച് കളഞ്ഞു. അത് കണ്ടപ്പോൾ എൻ്റെ അമ്മച്ചി ചോദിച്ചു, നീ കഷ്ടപ്പെട്ട് എഴുതിയല്ലേ, നീ അത് കത്തിച്ച് കളയേണ്ട കാര്യമാണ്. കാരണം എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര സർപ്രൈസാണ് ഞാൻ അത്രയും എഴുതിയെന്ന് പറയുമ്പോൾ. കാരണം ഇത്രയും മടിയൻ. ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് കേൾക്കുന്നവർക്കൊക്കെ ഇച്ചിരി ബോറടി ആയിരിക്കും. നമ്മൾ ഈ SSLC എക്സാമില്ലേ, അതിനകത്ത് സോഷ്യൽ സ്റ്റഡീസിനകത്ത് 3, അതായത് 6 essays വരും. 1ഉം 2 അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ അങ്ങനത്തെ 3 ഇതായിട്ട് തരും. അപ്പം 3 essay എഴുതണം. 2 എനിക്ക് 3 അതിനകത്ത് 3 അറിയാം. 2 എഴുതിയപ്പോൾ എനിക്കറിയാം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ജയിക്കാനുള്ള മാർക്കുണ്ടെന്ന്. ഞാൻ എഴുതിയില്ല. ശരിക്കും ലിറ്ററലി പറഞ്ഞ SSLCക്ക് ഇതെൻ്റെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുവാടാ, എന്തൊരു മടിയാടാ, എനിക്ക് എഴുതാൻ മടിയാണ്. ഞാൻ 10-15 സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. അതാ അമ്മച്ചി ചോദിച്ചു, നീ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയല്ലേ, കത്തിച്ച് കളയാനായിരുന്നു എന്ന് ചോദിച്ചു. ഈ സിനിമയാണ് മാർഗം എന്ന് സ്വയം തീരുമാനിച്ചപ്പോൾ വീട്ടിലും ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം ചോദിക്കാൻ കാരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ സിനിമ, വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ളൊരു. എൻ്റെ പേരൻസ് എന്ന് പറയുന്നത്, നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡ് നീ ചെയ്യുക, അതിനകത്ത് അധ്വാനിക്കുക, അതിനകത്ത് വളരുക. അത് തന്നെ ഇപ്പം ഞാൻ എൻ്റെ പിള്ളേർക്കും അവർക്കും ഇതൊക്കെ തന്നെയാണ് താല്പര്യം. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്ന ലൈഫിൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, പൈസയും ഫെയിമും അതിനേക്കാൾ അപ്പുറം നമുക്ക് കിട്ടുന്ന. എനിക്ക് ഒത്തിരി പേരെ അറിയാം അവർക്ക് താല്പര്യമില്ലാത്ത ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു 65-66 വയസ്സുള്ളൊരു മനുഷ്യൻ, നല്ല അദ്ദേഹം ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോയിൻമെൻറ്റ് ഞാൻ കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഹീസ് എ സയൻറ്റിസ്റ്റ്. അത് ഇവിടുത്തെ വലിയൊരു റെപ്യൂട്ടഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സയൻറ്റിസ്റ്റാണ്. എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്കപ്പോഴേ കാര്യം പിടികിട്ടി. വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് കഥയാണെന്ന് വിചാരിച്ചത്. വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പേരൻസ് പറഞ്ഞു ഞാനിങ്ങനെ പഠിച്ച് സയൻറ്റിസ്റ്റായി പോയി, എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം.
അദ്ദേഹം വന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖമായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചിലർക്കുണ്ടല്ലോ ചില ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട്. ഒരു ചെരുപ്പൂത്തിയാണെങ്കിലും അതിനകത്ത് ബെസ്റ്റാകുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അങ്കിള് പണ്ട് വന്നപ്പം അമ്മച്ചോട് പറഞ്ഞു, കാനഡയിലായിരുന്നു, അങ്കിള് പറഞ്ഞു അവിടെ ഈ ടെന്നീസ് റാക്കറ്റിൻ്റെ ഗട്ട് കെട്ടിക്കൊടുക്കുന്ന ഒരാളുണ്ട്. അവനതിനകത്ത് എക്സ്പേർട്ടായിരുന്നു. അവനിപ്പോൾ കെട്ടിക്കൊടുക്കുന്നത് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെയാണ്. അത് നടക്കുന്നത് ബെൻസയിലുമോ മറ്റോ അതുപോലത്തെ കാറില്ല, അതുപോലെ റിച്ചാണ്. കാരണം അയാളുടെ ജോലി ഇതാണ്, പക്ഷേ അതിനകത്ത് ബെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ സാറ്റിസ്ഫാക്ഷൻ ഇഷ്ടമുള്ള ഫീൽഡ് അതിനകത്ത് ബെസ്റ്റാകാൻ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സന്തോഷവും പൈസയും എല്ലാം പുറകെ വന്നു എന്ന് വിശ്വസിക്കുന്നതാണ്. അത് തന്നെ ഞാൻ പിള്ളേരാണ്. അതുകൊണ്ട് എൻ്റെ പേരൻസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ പാടിത്തല പറഞ്ഞാൽ ഒരു ഡിഗ്രിയെങ്കിലും വേണം കേട്ടോടാ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നവരോടും പറയുന്നുണ്ട്. കാരണം യു ഷുഡ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. നമുക്കറിയില്ലല്ലോ സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിനിമ ചെയ്തു, ചിലപ്പോൾ നാളെ 2 സിനിമ ചെയ്തു, അത് കഴിഞ്ഞും ഫീൽഡ് ഔട്ടാകാം. അപ്പം ഈ സിനിമാക്കാർക്കൊരു കുഴപ്പമുണ്ട്, കുറച്ച് നാൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് ഇവർക്ക് വേറെ പണി ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ ഞാൻ ഈ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അന്നേരം സിബി സാർ ഒരു കഥ പറഞ്ഞു, സിബി മലയിൽ സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു നടന്നപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഫീസ് എഴുതാനായിട്ട് ഒരാൾ ഓടി വന്നിട്ട് പാർക്കിംഗ് ഫീസ് ഇത് എഴുതിയിട്ട് എടുത്തിട്ടുണ്ട്. സാറിന് തന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല, 2 പടം ഡയറക്റ്റ് ചെയ്ത് മനസ്സിലായി. പുള്ളി പക്ഷേ ഇപ്പോൾ ഇതാ ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ഇതാണ് അവസ്ഥ. നമ്മൾ വിജയിക്കുന്നവരുടെ കഥ മാത്രമല്ല അറിയുന്നുള്ളൂ. അതുകൊണ്ട് ഈ വരുന്നവരോട് ഞാൻ എപ്പോഴും പറയും, എന്തെങ്കിലും ഒരു പ്രൊഫഷൻ കയ്യിൽ വേണം, എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം കേട്ടോ, നാളെ നശിച്ചു പോകരുത് എന്ന് പറയുന്ന ഒരു സാധനം. കാരണം ഇത് തന്നെ ജയരാജ് സാറ് ഫസ്റ്റ് ടൈം എൻ്റെ കസിൻ ജയരാജ് സാറിനോട് ചോദിച്ചു, അവനിങ്ങനെ എൻ്റെ കസിനുണ്ട്, അവന് ജീവിക്കാൻ വേറെ മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അവനില്ല, ഇങ്ങനെ അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ളതാണ്, റബ്ബർ തോട്ടവും ഇതൊക്കെ ഉണ്ട്. അവനോട് വന്നു പോരാൻ പറയാൻ. ഡിഗ്രിക്ക് ശേഷമല്ലേ പോയത്? ഏതായിരുന്നു സബ്ജക്ട്? ഡിഗ്രി അല്ല, പി ജിയും കഴിഞ്ഞിട്ട്. ഡിഗ്രി എക്കണോമിക്സ്, പി ജി സോഷ്യോളജി. അതൊക്കെ ചുമ്മാ പഠിക്കാൻ വേണ്ടി പഠിച്ചെന്നുള്ളൂ. അന്നൊക്കെ എങ്ങനെയാണല്ലോ, 10 കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി, അത് കഴിഞ്ഞ് പി ജി, ഇതായിരുന്നല്ലോ അന്നത്തെ ഒരു കാലഘട്ടം. സാറിൻ്റെ ഫിൽമോഗ്രാഫി സാർ പറഞ്ഞിട്ടുള്ളത് റിപ്പൻറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഊഴം മാത്രമാണ് എന്നാണ്. അതെന്തുകൊണ്ടായിരിക്കും ആ സിനിമ ചെയ്തത്? അല്ല, അത് നല്ല ഇതായിരുന്നു. എനിക്ക് അതിനകത്ത് ഞാൻ എൻ്റെ നരേഷൻ, കമൽ സാർ ഈ സിനിമ ഞാൻ അദ്ദേഹത്തെ കാണിച്ചായിരുന്നു. അത് എന്നോട് പുള്ളിക്ക് എൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളൊരു നോൺ ലീനിയർ നരേഷനാണ്. അപ്പം അന്ന് അതിനകത്ത് ഭയങ്കരമായിട്ട് ഇമോഷൻ മിസ്സായി എന്ന് തോന്നുന്നു. കാരണം പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇതുപോലെ മനസ്സിലാകാതെ വന്നു. കാരണം എന്നെ വിളിച്ചൊരാൾ പറഞ്ഞു സാറേ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമായിട്ടത്, നരേഷൻ സ്റ്റൈലൊക്കെ രസമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ ഉള്ളൂ എന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ കൂടെ വൈഫും ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് എത്രയോ അങ്ങ് മനസ്സിലായില്ല. ഞാൻ എന്ത് പറ്റി, പൃഥ്വിരാജ് ഡബിൾ റോളാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ അങ്ങനെ ഒരു പ്രശ്നം വന്നോന്നൊക്കെ. അപ്പോൾ എവിടെയും അതിനകത്ത് അതുകൊണ്ടല്ല, എനിക്കതിനകത്ത് ഇമോഷൻ ഭയങ്കരമായിട്ട് മിസ്സായിപ്പോയി എന്നുള്ളൊരിതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ആൻഡ് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ വല്ലവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ആക്ച്വലി. മേ ബി അതിൻ്റെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ ചിന്തിക്കണമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഫോർമുലയൊക്കെ നമുക്കുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പടവും ഞാൻ ഹൈറ്റാക്കിയത്. അത് നമുക്കില്ല. നമ്മൾ ചിലത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് വേറെ രീതിയിൽ വരാം. VFXനോടൊക്കെ സാറിനൊരു ഫാസിനേഷൻ ഉണ്ടോ പ്രത്യേകം? അങ്ങനെയില്ല. ഞാൻ ബേസിക് ആയിട്ടുള്ള ചിലയിടത്തൊക്കെ ചില അഭ്യാസമൊക്കെ കാണിച്ച് നോക്കൂ എന്നല്ലാതെ അങ്ങനെ ഭയങ്കരമായ ഫാസിനേഷനൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാനൊരു ബിഗ് ബഡ്ജറ്റ് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതിന് ഒത്തിരി സാധ്യതകളുള്ള ഇതാണ്. അതിപ്പം അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് നമ്മൾ, പക്ഷേ ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യമുണ്ട്. കാരണം മെമ്മറീസിനകത്ത് ഹീസ് ഔട്ട് ദേർ സംവെയർ എന്ന് പറയുന്ന ഒരു സാധനം, അത് അന്നത്തെ കാലത്ത് നമുക്കൊരു ആ ഷോട്ടിന് വേണ്ടിയിട്ട് ഒരു കളിച്ചു നോക്കിയതാണ്. ആ ഒരു ഇത് ബ്രിഡ്ജ്, കാരണം അതൊരു റെയിൽവേ ആക്സിഡന്റ് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന്ന് അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ചെയ്താലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തതാണ്. അപ്പോൾ ചിലത് നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും. ടെക്നിക്കൽ ക്വാളിറ്റി പോരാ എന്ന് പറയുമ്പോൾ സാറിന് ആ ഭാഗത്ത് ക്രിറ്റിസിസംസ് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? ടെക്നിക്കൽ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ അത് കുറച്ച് ആൾക്കാർ അല്ല, അത് പറഞ്ഞു വെച്ചാൽ ടെക്നിക്കൽ ക്രൂ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണോ? അത് ഞാൻ പറയാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഇപ്പോൾ വരുന്ന പല സിനിമകളെയും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഒരു കളർഫുൾ പരിപാടി, ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ മേക്കിങ്ങിൽ തന്നെ കാണാൻ വേണ്ടി ഒരു ലൈറ്റിംഗ് പാറ്റേണും കളറും ഇതുമൊക്കെ വെച്ചിട്ട്
ഇവിടെ ഞാൻ പറഞ്ഞത് അതെൻ്റെ ടീമിൻ്റെ കുഴപ്പമല്ല, എനിക്കത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ മതി എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ മാറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പിന്നെ കുറച്ച് പേര് എഴുതുന്നതിൻ്റെ പിന്നിൽ വേറെ പ്രശ്നമുണ്ട്. അത് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല, അത് ഞാൻ ഈയിടെ തപ്പി കണ്ടുപിടിച്ചു. നമ്മൾ പേഴ്സണലി ചിലരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇത് കണ്ടു. അത് കുറേ ആൾക്കാരിങ്ങനെ റിപ്പീറ്റഡായിട്ട് എല്ലാ സിനിമയ്ക്കും വന്നിരുന്ന് എഴുതുന്നുണ്ട്. അത് വിട്ടേക്കുക. വേറെ കുറച്ച് പേര് ചോദിക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? നിങ്ങളിത് വായിച്ചത് കൊണ്ടാണ്. ഒരു 25 പേരിങ്ങനെ സ്ഥിരമായിട്ട് ഒരാളുടെ പോയി കഴിഞ്ഞാൽ നിങ്ങളിതിങ്ങനെ ആ പുള്ളിയുടെ സിനിമ വായിക്കുമ്പോൾ ഓക്കെ, അപ്പോൾ ബ്രെയിൻ വാഷ്ഡ് ആവും. എൻ്റെ ഡ്രൈവർ അത് വായിച്ചിട്ട് എന്നോടൊരു കമൻറ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, സോഷ്യൽ മീഡിയയുടെ അടിയിലത്തെ ഇത് പോയി വായിക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചു. കാരണം പുള്ളി പറഞ്ഞത് എക്സാക്ട്ലി അതിനകത്ത് ഒരു സെൻറ്റൻസാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് എൻ്റെ പിള്ളേരെ എന്നെ കാണിച്ചു തന്നത്, എൻ്റെ എസെൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു കാണിച്ചു, ഇതുണ്ടോ, ഇവൻ തന്നെ ഇത് തന്നെ പല സ്ഥലത്തും പറയുന്നുണ്ട്. സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ എഴുതി വിടും. അങ്ങനത്തെ കൈൻഡ് ഓഫ് ടാർഗറ്റിംഗ് ഉണ്ട്. പക്ഷെ അതൊന്നും കൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഒരു രീതിയുടെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്. എനിക്ക് കുറച്ചൊന്ന് ഒരു റിയലിസ്റ്റിക് ആയിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ചില സ്ഥലത്ത് വരുമ്പോൾ ഞാനിപ്പോൾ ആർട്ടാണേലും എല്ലാം ഞാൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് മാക്സിമം കുറച്ച് ഒതൻറ്റിക്കായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമ മാറി, സിനിമയുടെ വിഷ്വൽ ഇതിന് അനുസരിച്ച് കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പൊതുവെ ശേഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ നമുക്കിനി അങ്ങനെ തന്നെ അതിലേക്ക് പോവാം. കാരണം ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അപ്പം ഞാനും ഓക്കെ നമുക്ക് മാറാം. അതിനിപ്പോൾ ടീമിലെ എല്ലാവരും ഒന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടിലല്ലേ അല്ലെങ്കിൽ ഫീഡ്ബാക്കിലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഓൺ ദാറ്റ് ആസ്പെക്ട് ആക്ച്വലി വലതുവശത്തെ കളറിലോട്ട് വരുമ്പോഴത്തേക്ക് ബിജു മേനോൻ്റെ ഡി-ഏജിങ് പ്രോസസ് ആക്ച്വലി വളരെ ഇംപ്രസീവ് ആയിരുന്നു. സോ അത് ആക്ച്വലി ഒരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും മറ്റേതൊക്കെ വെച്ചിട്ട്. ഇല്ല, അത് നമ്മൾ തുടക്കം തൊട്ട് പ്ലാൻ ചെയ്ത് ഷൂട്ടിന് മുമ്പ് തന്നെ അതിൻ്റെ പല ടൈപ്പ് വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഫേസ് മാറ്റുന്ന ഓപ്ഷനും ഉണ്ട്. ഡി-ഏജിങ് പുള്ളീനെ വെച്ചിട്ട് തന്നെ ഡി-ഏജ് ചെയ്ത് അതിൻ്റെ 2-3 ഓപ്ഷൻ എടുത്തിട്ട് രണ്ടും നമ്മൾ പരീക്ഷ നോക്കി അതിനകത്ത് ഏതാ നല്ലതെന്ന് തോന്നിയിട്ട് ഫിക്സ് ചെയ്താൽ. ഈ പറയുന്ന എൻ്റെ ചില സിനിമകളിൽ ഇപ്പം എൻ്റെ സിനിമയിൽ സ്ഥിരമായിട്ട് ഗ്രാഫിക്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. സ്ഥിരമായിട്ട് അതിന് താഴെ വന്ന് കുറേ പേര് എഴുതുന്നുണ്ടായിരുന്നു. അവസാനം നോക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ വേറെയായിരുന്നു. അയാൾ തന്നെ ഇത് ചെയ്തു. അപ്പം ചിലയിടത്ത് ഗ്രാഫിക്സ് എത്ര ചെയ്താലും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് ഏത് സിനിമ, ഈവൻ ഇംഗ്ലീഷ് സിനിമ എടുത്തു നോക്കും ഉണ്ടാവും. അപ്പം നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ അതിനകത്ത് നമ്മളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ വെരി ബിഗിനിങ്ങിലൊക്കെ ഞാനും ഈ ബഡ്ജറ്റ് ചെയ്തിട്ട് അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റി. ഇപ്പം നമുക്ക് ആ പെർഫെക്ഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വലതുവശ കള്ളൻ്റെ അതിന് അത്രയും നല്ല ഒരു ഒപ്പീനിയൻ എല്ലാവരും കിട്ടിയത്. നേരത്തെ സംസാരിച്ചപ്പോൾ സാറിന് ഒരു മടിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അടുപ്പിച്ചെടുപ്പ് 2022 ശേഷം ഇപ്പോൾ മാത്രം 7 സിനിമ, അതിനിടയ്ക്ക് റാം, ഇങ്ങനെ ഒരു വർക്കഹോളിക് ആണോ? ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഒരേ സമയത്ത് എടുക്കാറുണ്ടോ? 2 കാര്യങ്ങളുകൊണ്ട് സംഭവിച്ചത് സത്യസന്ധമായിട്ട് പറയാമെങ്കിൽ, ഒന്ന് ദൃശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറേ പേര് വന്ന് അഡ്വാൻസും തന്ന് പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തപ്പം എനിക്കത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായി. പക്ഷേ എനിക്ക് വേണേൽ പൈസ തിരിച്ചു കൊടുത്തതിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. പക്ഷെ അവർ അത് ആഗ്രഹിച്ചില്ല. എനിക്കത് ചെയ്യുന്നത് ഒരു വൃത്തികേടാണെന്ന് തോന്നി. നമ്മൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ. പക്ഷേ 1-2 കേസിൽ ചിലർ ഭയങ്കര വല്ല ഉടനെ ചെയ്ത് അങ്ങനെ ബഹളം ഉണ്ടാക്കി ഞാൻ തിരിച്ചു കൊടുത്ത് ഒഴിവായിട്ടുമുണ്ട്. കാരണം പക്ഷേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരുണ്ട്. അവരോട് എന്താ പറയുന്നത്, അതൊരു ഇതല്ലേ എന്നൊരു ആ ഒരു ഫീലിങ്. രണ്ടാമത് EMI എന്ന് പറയും. ഇവിടെ പല ആൾക്കാരുടെ അവസ്ഥ അത് തന്നെയാണ്. അതിനൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ചില സ്വപ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലത് ചെയ്തു വയ്ക്കും. അത് EMIയുടെ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതും ഒരു ഫാക്ടറാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ഇതാണെന്ന കമ്മിറ്റ്മെൻറ്റ്. നമ്മളാ ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്കതൊരു പ്രശ്നമാണ്. പക്ഷേ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാനിപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു 1 വർഷത്തിൽ 3 പടം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ വേറൊരു സിനിമയിൽ സെറ്റിലിരുന്ന് എഴുതേണ്ട കറക്ഷനൊക്കെ എൻ്റെ സ്ക്രിപ്റ്റല്ലായിരുന്നു.
ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അതുണ്ടാക്കുന്ന വർക്ക് ലോഡ് ഭയങ്കരമായിരുന്നു. അത് ഭയങ്കരമായ സ്ട്രെസ്സ് തന്നിട്ടുണ്ട്. അപ്പം അത് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ഇപ്പം ഞാനങ്ങോട്ട് ആ മെയിൻ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ സെറ്റിൽഡായിട്ട് പോകാൻ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അങ്ങനത്തെ കുറച്ച് എത്തിക്സ് ഉള്ള ആളാണല്ലോ. അപ്പോൾ ഈ സിനിമയിൽ വന്നതിന് ശേഷം ബേസിക്കലി ഒരു ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ്, കോംപ്രമൈസസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അല്ല, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല ആൾക്കാരുമായിട്ട് എൻ്റെ വാക്ക് പാലിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ എന്നോട് പറയുന്ന വാക്ക് ഒരാൾ മാറിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ അപ്സെറ്റാവും, ഇറിറ്റേറ്റഡ് ആവും. എന്നാൽ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്കൊന്നും മിണ്ടാനും വേണ്ട. കാരണം അയാൾ പെർഫോം ചെയ്യേണ്ട ഒരാളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു, നാളെ ഈ ആർട്ടിസ്റ്റ് വരണം. ഇപ്പോൾ രാവിലെ 10 മണിക്ക് വരണം, ഷോട്ട് എടുക്കുക എന്ന് പറയുന്നു. 8 മണിക്ക് 9 മണിക്ക് എന്തോ പറഞ്ഞു. 9 മണി ഞാൻ പറഞ്ഞു. രാവിലെ വിളിച്ചപ്പം പുള്ളി ഉറപ്പ് പറഞ്ഞതെല്ലാം ചെയ്തു. പുള്ളി വേറൊരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് ഞാൻ ഫോണിൽ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, തെണ്ടിത്തരം ആട്ടോ കാണിച്ചു. ഭയങ്കര വല്ല ചുറ്റും ഞാൻ പറഞ്ഞു എന്താ പറയണമായിരുന്നു. ഇത് കാണിച്ച് ഭയങ്കര മോശമായിപ്പോൾ, എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ അറിയിച്ചു. എനിക്കെന്തോ അത് വാക്കാണ്. ഞാൻ ബോഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഋഷി കപൂർ സാറ്, അദ്ദേഹം രാത്രി 8 മണി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അദ്ദേഹം പബ്ലിക്കായിട്ട് തന്നെ പറയുന്ന ഇതാണ്, 2 ജോണി വാക്കറൊക്കെ അടിച്ച് കിടക്കേണ്ട ഇതാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഇതാണ് ഭയങ്കര എന്നെ വലിയ കാര്യമാണോ ഇതാണ്. അപ്പോൾ ഷൂട്ടിങ് നടന്നിട്ടുണ്ട്, ഫുൾ നൈറ്റാണ് സിനിമ. നമ്മൾ ഇൻറ്റീരിയറൊക്കെ അകത്ത് ഇതൊക്കെ ഇട്ട് ഇത് ചെയ്തു. അവിടുന്ന് ഞങ്ങൾക്ക് മൗറീഷ്യസിന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്പീഡിൽ പോകുന്നില്ല. അവസാനം എന്നോട് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ജിത്തു കുറച്ച് ലേറ്റ് നൈറ്റ് പോയിട്ടാണെങ്കിലും അതങ്ങ് തീർക്കുവാണെങ്കിൽ വലിയ ഇതായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല, ഇന്ത്യ സിനിമയല്ലേ. പ്രൊഡ്യൂസേഴ്സ് വന്ന് ചോദിച്ചു എങ്ങനെയാണെന്ന്. കാരണം അവിടെ എല്ലാം ബുക്ക് ചെയ്ത് നമ്മൾ ഡേറ്റ് തള്ളി അവിടെ മൊത്തത്തിൽ പ്രശ്നമാവും. ഞാൻ സാറിനോട് അല്ലല്ല ജിത്തു സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്ന് സാറിൻ്റെ പതുക്കെ ചെന്ന്, പുള്ളിക്ക് ദേഷ്യം വന്ന പുള്ളി നല്ല ഇത് പറയുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് നൈറ്റ് ഇത് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഒരു 2-3 ദിവസം അങ്ങനെ. എത്ര മണി വരെ നിൽക്കുന്നു? ശരിക്കും എനിക്ക് 12:30-1 മണി വരെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 11 തീർക്കുമോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ 12 എന്ന് പറയാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ പോയി. പിറ്റേ ദിവസം 10:55 എനിക്ക് നോക്കി ടൈം പോകുന്ന ഇത് കണ്ടപ്പോൾ എനിക്കറിയാം 11-ന് പുള്ളിക്കാരനെ തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പുള്ളിയുടെ തന്നെ ഷോട്ടുകൾ പ്ലാൻ ചെയ്ത് എടുത്തെടുത്തത് 10:55 ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറിൻ്റെ കഴിഞ്ഞു വന്നു. അവൻ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ സാർ ഐ കെപ്റ്റ് മൈ പ്രോമിസ്. ഓ ദാറ്റ്സ് വൈ ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് കുറച്ചുകൂടെ എത്ര 12 മണി വരെ. ഓക്കെ. രണ്ടാമത്തെ ദിവസം ചെന്നു, അത് ചെയ്തു 12 മണിക്ക് കറക്റ്റ് ഷാർപ്പ് 12, അതിന് 2 മിനിറ്റ് മുമ്പ് ഞാൻ പാക്കപ്പ് ചെയ്തു. സാർ പുള്ളിങ്ങനെ നോക്കി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയി. 3-ാമത്തെ ദിവസം ഞാൻ 1 മണി വരെ ആക്കി. അപ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ശരിക്കും പറഞ്ഞു, അയ്യോ ജിത്തു പുള്ളി ഇങ്ങനെയൊന്നും നിൽക്കുന്ന ഒരാളല്ല കേട്ടോ എന്ന് പറഞ്ഞു. നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്. അങ്ങനെ 1 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു സാർ തീർന്നു, താങ്ക് യു സോ മച്ച് ഫോർ ദിസ്, ഐ എം ഡൂയിങ് ഓൺലി ഫോർ യു മിസ്റ്റർ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്നെ എന്ത് കാര്യം എന്നറിയോ, എനിക്ക് ത്രൂ ഔട്ട്, കാരണം ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്ന് പറയുന്നത് പുള്ളി അപ്രിഷ്യേറ്റ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ രീതിയിൽ എൻ്റെ കൂടെ ഏത് രീതിയിലും പുള്ളി സഹകരിക്കാൻ റെഡിയായിരുന്നു. എല്ലാവരും സെറ്റിൽ അവിടെ പുള്ളി ചെയ്ത് വിളിച്ചിട്ടുണ്ട്, എന്നെ മാത്രമൊന്നും പറഞ്ഞിട്ടില്ല. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഹിന്ദി ഡബ്ബിങ്ങിന് ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നും ഉള്ളൂ, ഞാനിവിടെയായിരുന്നു. ഇപ്പോൾ എവിടെ എന്തോ റൈറ്റർ ചേഞ്ചസ് വരുത്തി. അപ്പോൾ പുള്ളി അവിടെ എന്ന് ചോദിച്ചു, വേഴ്സ് ദ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളി അവിടുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചേഞ്ചസ്, ഡിഡ് യു അപ്രൂവ് ദിസ് എന്ന് ചോദിച്ചു. ഞാൻ സാർ ഇറ്റ്സ് ഫൈൻ ഫോർ മീ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൈൻ ഫോർ യു, നോ ഇറ്റ്സ് ഫൈൻ, ആർ യു ഓക്കെ വിത്ത് ദിസ്? യാ, ദെൻ ഇറ്റ്സ് ഡൺ. ഓക്കെ. ഡയറക്ടറാണ് അതിൻ്റെ ഫൈനൽ അതോറിറ്റി, അത് റെസ്പെക്ട്. അതിപ്പം മമ്മൂക്കയാണെങ്കിലും ലാൽ സാറാണെങ്കിലും എല്ലാവരും എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് സർ എന്ന് വിളിക്കുള്ളൂ. ഇപ്പോൾ ഋഷി സാർ എന്നെ വന്നിട്ട് സാർ എന്ന് വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ, അതാണ് നമുക്കൊരു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ എനിക്ക് ആ വാക്ക് പാലിക്കണം എന്ന് പറയുന്നവരുണ്ട്, പക്ഷേ അതെനിക്ക് ഭയങ്കര സ്ട്രെസ്സ് തരുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാവരും ഇങ്ങോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്നോടൊരാൾ ഇങ്ങനെ പറഞ്ഞാൽ അത് പാലിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനും പോകുന്നത്.
അതെനിക്ക് ഒത്തിരി സ്ട്രെസ്സും ബുദ്ധിമുട്ടും തരുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ ഓവർ ദ പീരിയഡ്? സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ്, സഹിക്കുകയാണ്. ഞാൻ സഹിക്കാൻ പഠിച്ചു, ക്ഷമിക്കാൻ പഠിച്ചു. അല്ല, ക്ഷമിക്കാനല്ല, സഹിക്കാൻ പഠിച്ചു. വേറെ ഓപ്ഷനേ ഇല്ല. ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ വഴക്ക് പറയും, പറയാം അങ്ങനെ അല്ലാതല്ല. പക്ഷേ ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അൺകംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കും. ഞാനങ്ങനെ അപ്പോൾ തമിഴിലും തെലുഗുലും ഹിന്ദിയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് തമിഴില് തമ്പി മാത്രമേ ഉള്ളൂ ഒരു ഒറിജിനൽ സബ്ജക്ട് ചെയ്ത്, ബാക്കി എല്ലാം റീമേക്ക് സബ്ജക്ട്സ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണ് സാറിന് ലാംഗ്വേജിന്റെ ഒരു കംഫർട്ട്, അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിന്റെ മനസ്സിലാവാഞ്ഞിട്ടാണോ, അതോ മലയാളമാണോ കൂടുതൽ കംഫർട്ടബിൾ സിനിമകൾ ചെയ്യാൻ? മലയാളം എപ്പോഴും മലയാളം തന്നെയാണ് കംഫർട്ട്. പിന്നെ അത് തമിഴ്, അത് ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ഇതുമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ വന്നപ്പം കാർത്തിയുടെ തന്നെ കാർത്തിയുടെ അല്ല, ബ്രദറാണ്, നമ്മുടെ ജ്യോതിയുടെ ബ്രദറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പുള്ളി എൻ്റെ അടുത്ത്, പുള്ളി ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഹിന്ദി പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ജിത്തു ദൃശ്യമൊക്കെ ചെയ്തല്ലോ. അങ്ങനെ ഞങ്ങളോട് ഇരുന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇത് വന്നതാണ്. പിന്നെ ഇന്നവരൊരു ഒറിജിനൽ തമിഴ് സിനിമ പലതും ഇങ്ങനെ ആലോചിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. എനിക്കിങ്ങനെ കുറേ എൻക്വയറി വന്നു. എനിക്ക് കൂടുതലും വന്നത് ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നും. ഇപ്പോൾ ഒരു അപ്കമിങ് തെലുഗു ആക്ടറിനെ വെച്ച് ഒരെണ്ണം പ്ലാനിങ് ഉണ്ട്. അതൊരെണ്ണം ഉണ്ട്, അതിൻ്റെ വർക്ക് നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന് അത് ഒറിജിനൽ സബ്ജക്റ്റ് അല്ലേ? അത് ഒറിജിനൽ അല്ല, അത് നമ്മുടെ ശാന്തിമായ ദേവി. അപ്പോൾ നിങ്ങൾക്ക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഒക്കെ അല്ല, നമ്മൾ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സും അവിടുത്തെ നമ്മുടെ ടീമുണ്ടല്ലോ, അവരുമായിട്ട് ഇരുന്ന് അവരുടെ നിന്നും ഫീഡ്ബാക്സ് എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഞാനിപ്പം നമുക്കിപ്പോൾ ഇത് ടിപ്പിക്കൽ തെലുങ്ക് പടമായിട്ട് ചെയ്യണമെന്നല്ല. കാരണം ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, സാർ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇറ്റ് മേക്ക് സെൻസ് ആക്ച്വലി. അവർ പറഞ്ഞു, സാർ വന്നിട്ട് ഇവിടുത്തെ യൂഷ്വൽ തെലുങ്ക് സിനിമ എടുക്കാനാണെങ്കിൽ സാർ വേണ്ട, അത് ചെയ്യാൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. സാറിൻ്റെതായ രീതിയിലൊരു പടം ഇവിടെ പ്രസൻറ്റ് ചെയ്യുക, അതാണ് ഇവിടെ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഓഫ് കോഴ്സ് അത് ചോദിച്ച് മനസ്സിലാക്കിയല്ലേ നമ്മൾ ചെയ്യുന്നത്. 2 decades ആയിട്ട് മലയാള സിനിമ കണ്ട്, ഈ ഓവർ ദ ഇയേഴ്സ് എന്താണ് മലയാള സിനിമയ്ക്ക് വന്നൊരു മാറ്റമായിട്ട് തോന്നിയിട്ടുള്ളത്? തന്നെ എനിക്ക് തോന്നുന്നത് ഈ തിങ്കിങ് പാറ്റേണും നമ്മൾ സാധാരണ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈനിൽ നിന്ന് മാറി ഫാൻറ്റസികളും സൂപ്പർ ഹീറോ അങ്ങനത്തെ ഇതും നമ്മുടെ സിനിമകളിൽ നിന്നുണ്ടായി. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയ പോസിറ്റീവ് ഇതല്ല. നമുക്കങ്ങനെ എങ്ങനെ വേണേലും ചിന്തിക്കാം. ഇപ്പം എന്താ മസ്തിഷ്ക മരണം എന്നൊക്കെ പറയുന്ന സിനിമ, അതുപോലെ ഏലിയൻ്റെ കഥ ഇതുള്ള ഒരു സിനിമ വന്നു. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതല്ല. ഒരു മലയാളം പോലെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കും, അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും ചെയ്യുന്നു. ഇപ്പം എല്ലാം കൊമേഴ്ഷ്യലി ഓടിയോ ഇല്ലയോ എന്നുള്ളതല്ല. കൊമേഴ്ഷ്യലി ഓടിയ പടങ്ങളെല്ലാം നല്ലതും കൊമേഴ്ഷ്യലി ഓടാത്ത പടങ്ങളെല്ലാം മോശമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്സ് വരികയും അതിനെ ഓഡിയൻസ് സ്വീകരിക്കുന്നു. കുറച്ച് പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എപ്പോഴും അത് പുതിയൊരു ജനറേഷനിൽ എനിക്ക് വേണമെങ്കിൽ ചേഞ്ച് കൊണ്ടാണെന്ന് തോന്നുന്നു. ആൾക്കാരുടെ പുറത്തുള്ള സിനിമകൾ കണ്ട് ഇങ്ങനത്തെ സിനിമകളും എൻജോയ് ചെയ്ത് നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് പറ്റുന്ന ഔട്ട്പുട്ട് കൊടുത്ത് സിനിമകൾ വരുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ചേഞ്ച്. തിങ്കിങ് പാറ്റേൺ മാറി. അപ്പം കുറച്ചൊക്കെ ഞാനും അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നോക്കുക. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റേതായ ചില രീതികളും ഇതുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു യുദ്ധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ സാർ പറഞ്ഞില്ലേ ഈ വാഴ സിനിമയുടെ കാര്യം, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഈ റീൽസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ വീഡിയോ സ്റ്റോറീസ് ചെയ്തിട്ട് അതിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒരു ആർട്ടിസ്റ്റിന് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ഒരു ബാരിയർ ഉള്ളതായിട്ട് അല്ലെങ്കിൽ അത് മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ആക്ടിങ്ങിന് മാത്രമല്ല, ഡയറക്ഷനും. ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്തല്ല, എനിക്ക് മുന്നിലുള്ള ഒരു അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന എനിക്ക് പിന്നെയും വേണ്ട ഒരു ഓപ്ഷനുണ്ട്. ഹാൻഡിക്യാമിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു. അതിന് മുമ്പിലുള്ളവർ ഒരു ഡയറക്ടർ വന്ന് ഒരു ആക്ടറെ എടുത്ത് വന്ന് കഥ പറയുമ്പോൾ അയാൾ എങ്ങനെ പ്രൂവ് ചെയ്യും എനിക്ക് ഇതിനുള്ള കഴിവുണ്ടെന്നുള്ളത്? ഇന്ന് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കൂടെ നിന്ന് ആ കൂടെ ഇയാളിങ്ങനെ കുറേ വർക്ക് ചെയ്യുമ്പോൾ ഇയാളുടെ ഒരു കഴിവ് മനസ്സിലാക്കിയാണ് പല ആർട്ടിസ്റ്റിനും ഡേറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ആയില്ലെങ്കിലും അവനൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കാണിച്ചു, സാർ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒന്ന് കഴിവ് നമുക്ക് കാണിക്കാനുണ്ട്. ഫോൺ മതി ഇന്ന് ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഡയറക്ടോറിയൽ അങ്ങനത്തെ ടെക്നിക്കൽ സൈഡിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അഭിനയത്തിന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിം ഇതും ചെയ്തും കയറി അങ്ങനെയും വരാമല്ലോ. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളു. അതുകൊണ്ട് ഭയങ്കര കോമ്പറ്റീഷനുമാണ്. പിന്നെ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് പറഞ്ഞു പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ അഭിനയിച്ച്
വന്ന് ആ ഒരു ഇത് ഇപ്പോഴത്തെ വരുന്ന പിള്ളേർക്ക് ഇതില്ല. അങ്ങനെയൊന്നുമില്ല. പുതിയ പിള്ളേർ അവരുടേതായ രീതിയിൽ അഭിനയിക്കുന്നു. പിന്നെ 1-2 സിനിമ കൊണ്ടല്ലല്ലോ ഇവരും എന്താ പറയുക, ഒരു ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഇവരിങ്ങനെ പതുക്കെ പോളിഷ്ഡായിട്ട് വരികയല്ലേ. അങ്ങനെയാണ് അവരില്ല. ഇപ്പം ലാൽ സാറ് ആദ്യത്തെ സിനിമ ചെയ്തു, മമ്മൂക്ക ആദ്യത്തെ സിനിമ ചെയ്തു, അവരൊക്കെ ചെയ്ത സിനിമകളിൽ നിന്ന് ഇന്നവരെവിടെ എത്തി. അതിങ്ങനെ വർഷങ്ങൾ കൊണ്ട് അത് അഭിനയിച്ച് എക്സ്പീരിയൻസിൽ നിന്ന് പോളിഷ്ഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന പിള്ളേർക്ക് ഇത് ഒറ്റ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഇതായതുകൊണ്ട് ഇനിയൊരു മമ്മൂക്കായോ മോഹൻലാലോ നിന്ന പോലെ എത്ര പേര് ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. കാരണം ഒരാളൊരു പടം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് വേറൊരുത്തൻ വന്നു കഴിഞ്ഞു. അപ്പം ഭയങ്കര കോമ്പറ്റീഷനാവും. അത് എനിക്കറിയില്ല അതെങ്ങനെയാവും എന്നുള്ളത്. ഞാൻ പ്രൊഡക്ഷനായിട്ടൊന്നുമല്ല, ഞാൻ ഒരു പ്രൊഡക്ഷൻ മാത്രമേ പാർട്ട്ണറായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം ഞങ്ങളൊരു കമ്പനി ഫോം ചെയ്തത് ഇതേപോലെ കഥകൾ കേൾക്കുന്നു, എന്നിട്ട് നല്ല പുതിയ ചിന്തകൾ എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഫിലിം മേക്കേഴ്സിന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മൾ അതുപോലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒത്തിരി കഥകൾ കേൾക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തുടങ്ങിയ മോളാണത് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി തന്നെ കഥകൾ കേൾക്കും. പുള്ളി ഇപ്പോൾ ആഴ്ചയിൽ 2 തവണ കഥ കേൾക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ടീമുണ്ട്, അവർ കഥകൾ കേട്ട് അതിനകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് നറേഷൻ കേൾക്കും. ഡയറക്റ്റ് നറേഷൻ ആദ്യം കേൾക്കില്ല, ആദ്യം ഒരു ഡീറ്റെയിൽ സിനോപ്സിസാണ് മേടിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഫ്രഷ് തോട്ട് വരിക. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണ് ദൃഢം ഉണ്ടായത്. ദൃഢത്തിൻ്റെ ഒരു കഥ പുറത്തുനിന്ന് വയനാട്ടിൽ നിന്നുള്ള 2 പിള്ളേർ വന്ന് പറഞ്ഞതാണ്. അത് നമ്മൾ ഇത് ചെയ്തു, നമ്മുടെ ഇനിഷ്യേറ്റീവിൽ അതൊരു പ്രൊജക്റ്റാക്കി. ഇപ്പോൾ വേറെ 1-2 സബ്ജക്റ്റുകൾ ഇപ്പോൾ വന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം വേറെ എൻ്റെ അസോസിയേറ്റും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളുടെ കമ്പനി പിച്ച് ചെയ്ത്, ഇപ്പം നമ്മുടെ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് തീർത്ത് കൊടുക്കാനാണ് നോക്കുന്നത്. സിനിമയുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എവിടെയാണെന്നറിയോ? ഇപ്പോൾ താങ്കളൊരു ഇൻവെസ്റ്ററായിട്ട് വരുവാണ്, 10 കോടിയെന്ന് താങ്കളോട് പറഞ്ഞാൽ യു ആർ റെഡി വിത്ത് 10 crores. ഒരു 5-6 കോടി കഴിയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഇത് 20 ആയാലും തീരെയല്ലെന്ന് പറയുമ്പോൾ പെട്ടുപോകുന്നൊരവസ്ഥ വരുന്നുണ്ട് ഇവിടെ കുറേ ഫിലിം മേക്കേഴ്സിന്, പ്രൊഡ്യൂസേഴ്സിന്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പക്കായിട്ടത് ബഡ്ജറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ തീർത്ത് കൊടുക്കാം. കാരണം വരുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കൊരു എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പരിപാടി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത് അറിയില്ല, പക്ഷേ ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ക്രിയേറ്റീവ് ഇൻവോൾവ്മെന്റ് സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടോ? നമ്മുടെ അഭിപ്രായം പറയും. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പയ്യനൊരു കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അതിനകത്ത് ഒത്തിരി പരിധിക്കുള്ള ഇടപെടും. ഇപ്പം മാർട്ടിൻ എന്ന് പറയുന്ന പയ്യൻ ദൃഢത്തിൻ്റെ കഥയായിട്ട് വന്നു, ആ 2 പിള്ളേർ വന്നു. അതിനകത്ത് ഞാൻ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതാൻ പറഞ്ഞു, അവരെഴുതി. അതിനകത്ത് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ചിലയിടത്ത് അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് എതിർക്കാൻ പോയില്ല. കാരണം ഞാൻ പറയുന്നതല്ല ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ, അത് എൻ്റെ ഇത് മാത്രമല്ല, അവർക്കും ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവർ ചെയ്തു. ആ കഥ ടോട്ടാലിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അപ്പോൾ സിനിമയാക്കിയാൽ നന്നാവുമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ ഒരു തവണ എൻ്റെ ചുമ്മാ ലൊക്കേഷനിലൊന്ന് പോയി. ബാക്കി നമ്മൾ അയാളെ ഡയറക്ടറിലുള്ള വിശ്വാസത്തിലാണല്ലോ നമ്മൾ പോകുന്നത്. പിന്നെ അവനൊരു തുടക്കക്കാരനാണ്, റൈറ്റേഴ്സും തുടക്കക്കാരാണ്. പുതിയ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സമയത്ത് ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഡിസ്കഷൻ ആയിരുന്നു, ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. പല ഫിലിം മേക്കേഴ്സും പല പ്രൊഡ്യൂസേഴ്സും ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡെപ്റ്റിലാവും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവര് പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയൊക്കെയാണ് ഇതിന്റെ കാരണം. അങ്ങനത്തെ ഒരു പ്രശ്നം ഇൻഡസ്ട്രിയിലുണ്ടോ? പ്രശ്നങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ. അത് വ്യക്തമായ രീതിയിൽ പലയിടത്തും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നില്ല. പക്ഷേ ചില പ്രൊജക്റ്റുകളിൽ ആ ഒരു അച്ചടക്കം നടക്കുന്നുണ്ട്, എല്ലാ പ്രൊജക്റ്റിലും ആ അച്ചടക്കം നടക്കാറില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഈയിടെ 1-2 അങ്ങനത്തെ ഇൻസിഡൻറ്റ് കേട്ടു. സിനിമയുടെ പ്രൊമോഷൻസിന് തന്നെ ബിജുമേനോൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് പുള്ളിയോട് വിളിച്ച് സംസാരിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ജിത്തു ഞാനങ്ങനെ ഇതിന് പോകാറില്ല, പുള്ളിക്ക് ഇതാണ് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ പുള്ളി അത് ഞാൻ ഇതിന് വിളിച്ചു, എന്താ പറയുക, ഒരു പ്രസ് മീറ്റുണ്ട്, അതിനെങ്കിലും വരണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം വന്നു ഇത് ചെയ്തിട്ട് പോയി. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മളെ വെച്ച് ഒരു പ്രൊഡ്യൂസർ പണം മുടക്കുക. ആ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും പൈസ കൊടുക്കുന്നത്, ബാക്കി എല്ലാവരും പൈസ മേടിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ പൈസ മുടക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ കൂടെ നിൽക്കണ്ടേ? അത് ഇറങ്ങി അതിൻ്റെ ഒരു ഇതെന്ന് പറയും. അതിനകത്ത് ചിലപ്പോൾ എന്നെ മുഷിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ഒരു ദിവസമൊക്കെ ചിലപ്പം ഹോട്ടലുകളിൽ നമ്മൾ 2-3 ദിവസമൊക്കെ ആണല്ലോ ഇത് നടക്കുന്നത്. ഒരു ദിവസം 14-15 ഇൻ്റർവ്യൂ എടുത്തിട്ട് അവസാനമായപ്പോൾ കുഴഞ്ഞ് പോയ സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞത് തന്നെ പറഞ്ഞ് മടുക്കും. അങ്ങനെ 3 ദിവസമൊക്കെ നമ്മൾ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസർ വിളിച്ചാൽ ചെല്ലണം. അതാണ് അതിൻ്റെ ഒരു ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ചിലർക്ക് ചിലപ്പം ചില ഇൻ്റർവ്യൂകളിൽ സംസാരിക്കാൻ ഇപ്പം എന്നോട് ഇനോഗ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കാൻ പറയാൻ പ്രസംഗിക്കാനാണ് ഞാൻ വരികയല്ല എന്ന് പറയും. തുടക്കത്തിലേ പറയും എന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ മേല എന്ന് പറയുന്നവർ ചിലർക്ക് ചില ഒരു ഇൻ്റർവ്യൂ കൈകാര്യം ചെയ്യാൻ അറിയാൻ മേല. പിന്നെ ഇപ്പം വലിയൊരു പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും വായിന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത് കൊടുത്തിട്ട് പോകും. അത് നിങ്ങൾ മീഡിയ ഉൾപ്പെടുന്നല്ലോ, ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ അതിൻ്റെ പേടിയുണ്ട്. അപ്പം ചിലർ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അയ്യോ ഞാനില്ലേ എൻ്റെ വായിന്ന് വല്ലതും വീണിട്ട് അങ്ങനെയും പേടിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അതൊരു എക്സ്ക്യൂസായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊമോഷന് ഒരു പടത്തിന് വേണ്ടി പൈസ മുടക്കി അതിൻ്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പ്രൊമോഷൻ ഞാൻ ചെല്ലാൻ ബാധ്യസ്ഥനാണ്. ആക്ച്വലി ഞാൻ ചെല്ലും. ഞാനത് എത്ര ദിവസമാണ് അയാളുടെ കൂടെ നിൽക്കും. ഈ ഗൾഫ് മാർക്കറ്റ് മലയാളം ഇൻഡസ്ട്രി ഒരു ക്രിട്ടിക്കൽ മാർക്കറ്റാണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഇഷ്യൂ മലയാളം ഇൻഡസ്ട്രി ബാധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ബാധിക്കും. കളക്ഷൻ പണ്ട് കിട്ടുന്ന ഒരു കളക്ഷൻ അതിപ്പം അവിടെ എന്താ പറയുക മിസൈൽ വീഴുമെന്നുള്ള ഇതുകൊണ്ട് മാത്രമല്ല, അവിടെ ഒത്തിരി രീതിയിൽ സാലറി കട്ടും ഒക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു തിയേറ്ററിലൂടെ പോകുന്ന അനാവശ്യ ചിലവ് എന്ന് പറയുന്നത് ഒഴിവാക്കാനായിട്ട് ഒക്കെ ശ്രമിക്കും. അത് ബാധിക്കും, എല്ലാം ബാധിക്കും. ഇപ്പോൾ ഇവിടെ നാളെ ഒരു ഡീസലിന് പെട്രോളിനും വില കൂടിയും ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കയറും. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഇടത്തരം വരുമാനക്കാരൻ്റെ ജീവിതത്തിലെ ബഡ്ജറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അയാൾ ആദ്യം എന്തൊക്കെയായിരിക്കും കട്ട് ചെയ്യുന്നത്? നെസസിറ്റീസ് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം സിനിമ എല്ലാ ആഴ്ചയും സിനിമ കണ്ടെന്ന് ഒരു ഫാമിലി ആണെങ്കിൽ അവർ വിചാരിക്കാം മാസത്തിലൊന്നാക്കാം, പിന്നെ OTT വരുമ്പോൾ കാണാം, അങ്ങനെയുള്ള ഇതിലേക്ക് മാറും. ഒരു റിപ്പിൾ എഫക്റ്റ് പോലെയാണ് അതിൻ്റെ ഉണ്ടാവും. സാറിൻ്റെ തിരക്കഥകൾക്ക് വേണ്ടി റിസർച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ദൃശ്യം 2 തന്നെ ആ ക്യാരക്ടർ ആ എന്താ പറയുക ഫോറൻസിക് സംഭവത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച്, അത്തരം റിസർച്ചുകൾ സാറ് ചെയ്യാറുണ്ടല്ലോ. സാറിൻ്റെ സിനിമയിലെ ലോജിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു. ക്രിയേറ്റീവ് ലിബർട്ടി കുറച്ച് കുറവായിരിക്കും സാറിൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ വലിയ ലോജിക്കിന് അങ്ങനെയൊന്നുമില്ല. ഒരു ബേസിക് ലോജിക്കേ നോക്കാൻ പറ്റുള്ളൂ. ഏത് സിനിമയാണ് 100% സിനിമയിൽ തന്നെ ഇപ്പോൾ അതിലേക്ക് എന്താ ക്യാമറ ഇല്ലാന്ന് ചോദിച്ചപ്പോൾ സാർ തന്നെ അതിന് പറഞ്ഞു അവിടെ ഒന്നും ക്യാമറ ഇല്ല. അല്ല, അത് ഞാൻ വെച്ചുമില്ല. പക്ഷേ ഞാൻ അന്ന് അതിനെക്കുറിച്ച് ചർച്ച വന്ന് ക്യാമറയിനേക്കാൾ വലിയ ചർച്ച വന്നത് ഇതിങ്ങനെയാണോ കൊണ്ടുപോകുന്നത്. കഥ ഞാൻ പറഞ്ഞു. ചില സിനിമകളിൽ കാണിക്കുന്ന ഇതൊക്കെ കാണിച്ചപ്പോൾ അതിൽ പാക്കിങ് കാണിക്കും. ഞാൻ ഈ ഫോറൻസിക് പുള്ളിയോട് ചോദിച്ചു എങ്ങനെയാണ്. പുള്ളി പറഞ്ഞു ഞങ്ങളവിടെ ചെല്ലും, ഇങ്ങനെ DYSP റാങ്കിലുള്ള ഒരാളും കാണും, എൻ്റെ എസെൻസ് ആയിരിക്കും കുഴിക്കുക, അത് നോക്കുന്നത്, അത് വൺസ് കണ്ടാൽ ഞങ്ങൾ അപ്പം ഞാൻ അതുവരെ എന്ത് ചെയ്യും, അവിടെ വല്ല മരത്തിനാണല്ലോ എവിടെയെങ്കിലും കണ്ടാൽ കസേര ഇരുന്ന് ഞാൻ ഉറങ്ങും എന്ന് പറയും. അതാണ് ഞാൻ അതിനകത്ത് അതേപോലെ കാലും കയറ്റി വെച്ച് പുള്ളി ഇരുന്ന് ഉറങ്ങുന്നത് അതേപോലെ വർക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് കൊണ്ടുവന്നത്? ചാക്കിലോ കാർഡ്ബോർഡ് ബോർഡിലോ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വൺസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് DNA-ക്ക് അയക്കുമ്പോൾ അത് ഫ്രഷായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ അയക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ ചെയ്തു. പക്ഷേ അത് ഓഡിയൻസ് എല്ലാം അതിനെ കുറേ പേര് വിമർശിച്ചു. അപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ അതാ പറഞ്ഞു ഒതൻറ്റിക്കാണ്. എനിക്ക് വേണേൽ അത് സ്റ്റൈലൈസ് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാനിവിടെ ഒതൻറ്റിക്കായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. ഇത് തന്നെയാണ് ഈ പറയുന്ന പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് ചില വിഷ്വലിനകത്ത് എനിക്ക് ഇപ്പം ചിലയിടത്ത് പറയുമ്പോൾ ഭയങ്കര ടോപ്പ് ലൈറ്റ് ഇതാണെന്ന് നമ്മളെങ്ങനത്തെ വരുമ്പോൾ ഞാൻ പറയും ഇച്ചിരി വെയിൽ കിടക്കട്ടെ, അതിൻ്റെ ഒരു മൂഡിൽ തന്നെ പോട്ടെ, കേരളമല്ലേ ഷൂട്ട് ചെയ്ത്, നമുക്ക് സ്കാൻഡിനേവിയൻ മൂഡ് കൊണ്ടിരുന്ന കാര്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം വലതുവശത്തെക്കാളും വന്നപ്പോൾ ഞാനത് കുറച്ച് വിട്ടു. ഞാൻ പിന്നെ കുറച്ചുകൂടെ അതുകൊണ്ട് അത് വിഷ്വലി അതിന് വേറൊരു മൂഡ്, പിന്നെ അങ്ങനത്തെ ഒരു സിനിമയാണ് മെമ്മറീസിൻ്റെയൊക്കെ പാറ്റേണിലുള്ളൊരു മൂഡ്. അതിന്
നൈറ്റും ലൈറ്റപ്പും ഒക്കെ വരുമ്പോൾ അതിന് വേറൊരു മൂഡ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ ഡേ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാനിപ്പോഴും ശ്രമിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ 100% ലോജിക്കിലൊന്നും സിനിമ ചെയ്യാൻ പറ്റത്തില്ല. കുറേ ചില സ്ഥലത്തൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം സിനിമയ്ക്ക് ചില ഇമ്പാക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചില ലോജിക്ക് അങ്ങ് വിടും. അത് കുഴപ്പമില്ല, അവർ കുറ്റം പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്ക് ആ ഇമ്പാക്റ്റ് കൊടുക്കുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് ഇനി ഒത്തിരി ലോജിക്കിട്ടുള്ള കളിയൊക്കെ നിർത്തി. ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ഫ്രീഡം പോവും, അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ എഴുത്ത് നിന്നു. പക്ഷേ ഒരു ബേസിക് അത് നോക്കണം, നമ്മൾ ഊളത്തരം കാണിക്കരുത്, അത്രേ ഉള്ളൂ. അല്ലാത്തത് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം, കൊറിയൻ സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്നുള്ള ആരോപണം കേൾക്കാത്ത ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല പൊതുവെ. അത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ്. അതെ, അപ്പൊ ദൃശ്യത്തിന്റെ ഇത് വന്നോണ്ട്. അതെ അതെ, അതിന്റെ കൗണ്ടറാണ് ലോകത്ത് ഒരേ കാര്യം ചിന്തിക്കുന്ന പല മനുഷ്യരും ഒരേ സമയം ചിന്തിക്കുന്ന പലരും ഉണ്ടാകാം എന്നുള്ളൊരു കൗണ്ടറും കേൾക്കാറുണ്ട്. ഇതിൽ എവിടെയാണ് ഇതിന്റെ ഒരു വാസ്തവം എവിടെ കിടക്കുന്നത്? ഇൻസ്പിറേഷൻസ് ആണ്. ഞാൻ ഇൻസ്പയർ ചെയ്തൊരു പടമാണ്, ഇൻസ്പിറേഷനിൽ ചെയ്ത പടമാണ് മൈ ബോസ്. അത് ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് റിലീസിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത്. അതിനകത്ത് നമ്മളെ വെച്ചാൽ ഈ നാട്ടുമ്പുറവും അവിടെ അച്ഛൻ മകൻ്റെ റിലേഷൻഷിപ്പും ഒക്കെ അതിനെ വേറെ രീതിയിൽ നമ്മുടെ നാടൻ തനതായ സ്റ്റൈലിൽ നമ്മളത് വേറെ രീതിയിൽ മാറ്റി എഴുതി. എൻ്റെ ബേസിക് തോട്ട് എടുത്ത് വർക്ക് ചെയ്തപ്പോൾ പോലും അത് ശരിക്കും ഞാൻ പറഞ്ഞതന്നെ. ഇത് ദൃശ്യത്തിൻ്റെയൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചതാണ്. കാരണം ഞാൻ എൻ്റെ അസോസിയേറ്റിന് വേണ്ടിയിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അന്ന് ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, അന്ന് തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു, ഒരു C ക്ലാസ് തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു. അതായിരുന്നു പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ. പുള്ളി ഈ നമ്മുടെ അസോസിയേറ്റ് പറഞ്ഞൊരു ക്യാരക്ടറൈസേഷനിലേക്ക് ഞാൻ എൻ്റെ കഥ കൊണ്ടുപോയി പ്ലേസ് ചെയ്തതാണ്. അതവിടെ കുറേ നാൾ പുള്ളി 2-3 വർഷം ഇത് മമ്മിയാൻമിക്ക് മുമ്പ് കണ്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി അത് മമ്മിയാൻമിയുടെ സമയത്താണ് പുള്ളി അതുമായിട്ട് നടന്ന് വേറെ ആക്ടറെയൊക്കെ വെച്ച് നോക്കാം. അവസാനം അത് എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. പിന്നെ ദൃശ്യം കൊറിയയിൽ റീമേക്ക് ചെയ്യാൻ പോകും. സ്പാനിഷ് അനൗൺസ് ചെയ്തു, കൊറിയയിൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ കൊറിയയിൽ നിന്ന് ഞാൻ എടുത്തതാണെങ്കിൽ ഇതിൻ്റെ കൊറിയക്കാർ മേടിച്ചെടുക്കുന്നത്, മനസ്സിലായോ? പക്ഷേ ദൃശ്യം റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് അതിൻ്റെ ഒരു മറ്റേ ഇത് CD റൈറ്റ് ചെയ്ത് CD-യിൽ ഞാനിപ്പോഴൊക്കെ കൊറിയർ ചെയ്ത് തന്നു. അന്ന് ഓൺലൈനൊന്നും അന്ന് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, ഞാനങ്ങനെ ഓൺലൈൻ സിനിമ കാണുന്ന ഒരാളല്ല. എനിക്ക് CD-യിൽ അയച്ചു തന്നപ്പോൾ ഞാൻ അങ്ങനെ അന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണല്ലോ ഇത് പുള്ളി എൻ്റെ ഞാൻ അതിന് മുമ്പ് എഴുതി വെച്ചാൽ പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരേപോലെ ചിന്തിക്കുന്ന ഒത്തിരി ഇതുണ്ട്, ഒത്തിരി സിനിമകളുണ്ട്. എന്ന് പറയുന്ന സിനിമ നോവല് അതിൻ്റെ കൊറിയൻ റീമേക്കുണ്ട്. അല്ല, അത് കൊറിയനിലേക്ക് സസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞു വന്നു. അതാണ് പറയുന്നത്. ഇപ്പം എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം അവസാനം കുറച്ചുകൊണ്ട് പോയി എനിക്ക് ആരും, കാരണം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇവർക്കൊക്കെ അറിയാത് ഞാൻ തന്നെ ഇത് ചെയ്താണ്. കാരണം അതിന് മുമ്പേ എത്രയോ മുമ്പ് ഇവരോട് പറഞ്ഞ കഥയാണ് തോട്ട. കോയിൻസിഡൻസ് ഉണ്ടാവും. ഈയിടെ ഒരു സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിനി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, അത് പോയി. കാരണം ഞാൻ ഒരു മലയാള സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു സാധനം ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു, ബേസിക് ഐഡിയ. പക്ഷേ ഞാനത് സിനിമ ചെയ്യും. കാരണം ആ ഐഡിയ അവർ വേറെ രീതിയിലാണ് ചെയ്തത്, പക്ഷെ ഐഡിയ സെയിമാണ്. പക്ഷേ എനിക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ള വേറെ രീതിയിലാണ്. അത് ഞാൻ സിനിമ ചെയ്യും, പക്ഷെ ഇപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആൾക്കാരത് കണക്ട് ചെയ്യും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വയ്ക്കുക. ഇപ്പൊ ഇന്റർനാഷണൽ റീമേക്സ് ഈ പടത്തിന് ചെയ്യുന്നുണ്ടല്ലോ, ദൃശ്യത്തിന്. അതിന് സാറിന് എന്തെങ്കിലും റൈറ്റ്സ് കിട്ടുമോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഈ സിനിമയുടെ റൈറ്റ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഫസ്റ്റിന് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദിക്ക് കൊടുത്തു, തമിഴിന് കൊടുത്തു, തെലുങ്കിന് കൊടുത്തു, പിന്നെ കന്നഡ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഹിന്ദി കണ്ടിട്ട് ചൈനീസുകാർ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്തു. ഞങ്ങൾ നേരെ ചൈനീസുകാർക്ക് കൊടുത്തു. സെക്കൻഡ് വന്നപ്പോഴും എനിക്ക് തോന്നുന്നത് ഹിന്ദിക്കാർ ഇങ്ങനെ തന്നെ പോയി. അതിനകത്ത് തമിഴ് ചെയ്തില്ല. തേർഡ് വന്നപ്പം ഇത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്പെയിനിൽ നിന്നും കൊറിയയിൽ നിന്നും നേരത്തെ തന്നെ ചോദിച്ചായിരുന്നു എന്നോട്. നേരത്തെ ചോദിച്ചായിരുന്നു. അന്നേരം കൊറിയൻ മാർക്കറ്റ് വലിയ എന്തോ മാർക്കറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയൊരു എമൗണ്ടൊക്കെ പറഞ്ഞൊരു പേടിച്ചോടിയതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പിന്നെ പോയിട്ട് പിന്നെ അവരെ കണ്ടില്ല. അത് ചൈനീസ് ത്രൂ ആണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ചൈനക്കാരാണ് ഞങ്ങളോട് പറഞ്ഞ കൊറിയൻസ് ഇങ്ങനെ ചോദിച്ചു എന്നും പറഞ്ഞു. അവിടെ ഈ ടൈം അത് കഴിഞ്ഞപ്പം ഈ പനോരമ വന്നിട്ട് ഔട്ട്സൈഡ് വേൾഡ് ഫുള്ളായിട്ട് അങ്ങ് വാങ്ങിച്ചു, ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും. അപ്പോൾ 3 ഇറങ്ങുമ്പോൾ അവർ
ഹിന്ദി റൈറ്റ്സും ഇത് മാത്രമേ ഉള്ളൂ. ഔട്ട്സൈഡ് വേൾഡ് സെപ്പറേറ്റാണ്. അത് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അതിന് നമ്മളത് ചിലപ്പോൾ മിക്കവാറും മനോരമേൻ്റെ ഒരു എമൗണ്ട് വരുമ്പോൾ നമ്മളത് അങ്ങനെ അങ്ങ് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഹോളിവുഡിലും ഒരു വേർഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സർ, ക്രിയേറ്റീവ് ഫ്രീഡത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഓവർ ദ ഇയേഴ്സ് വളരെ ഡിസ്കഷൻ പോയിന്റ് ഉള്ള ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. സോ അതിന്റെ ബേസിൽ സാർ സ്വയം സെൽഫ് സെൻസർ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ സത്യം ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാന്ന് ഞാനിപ്പോഴും മനസ്സിലാക്കി വരുന്നത്. ഞാൻ ഇടയ്ക്ക് പിള്ളേരോട് ചോദിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കും, ഇതാണോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്? പിള്ളേർ പറയും ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാണ്. അപ്പോൾ ഞാനിപ്പം മനസ്സിലാക്കിയതിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന പരിപാടി ആ ഒരു ഇത് നല്ലതാണ്. പക്ഷെ ചില സ്ഥലത്ത് അതിച്ചിരി ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് അത് ഇത് ചെയ്ത് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതെൻ്റെ മാത്രം സംശയമാണ്. കാരണം ഞാൻ ജീവിച്ച് വളർന്നൊരു കാലഘട്ടവും നമ്മൾ ഇത് ചെയ്ത് വന്ന ഒത്തിരി ഇതുണ്ടല്ലോ. അതുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് അതിനോട് എതിർപ്പില്ല, പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സാർ, അതേ കോൺടാക്സ്റ്റ് തന്നെ ഇന്നലെ തന്നെ ഒരു റീല് കണ്ടിരുന്നു. ഒരു ദൃശ്യത്തിലെ ലാലേട്ടൻ മീന രാത്രി വീട്ടിലോട്ട് വരുന്നു. മീന പറയുന്നു ഇന്ന് കണ്ട കുളി സീനായിരുന്നു, ബെഡ്റൂം സീനായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം മോഹൻലാൽ പറയുന്നു ബലാത്സംഗ സീനായിരുന്നു കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അത് വിമർശിച്ചുകൊണ്ടുള്ള പിന്നെ അത് കാലകാലങ്ങളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരെയും വിമർശിക്കാം. പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതുപോലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ആ സെൻസിൽ ഇപ്പം ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ കുറച്ചേർ വിമർശിച്ചു, ഇത് പിള്ളേരെ ഇത് ചെയ്യാണ്, റോങ് മെസ്സേജ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരാൾ വിമർശിച്ചു. ഇപ്പുറത്ത് വേറൊരാൾ വേറെ രീതിയിൽ പറഞ്ഞു. അതിനകത്ത് ആ പെങ്കൊച്ച് എന്താ ചെയ്തത്? ആ പെങ്കൊച്ച് എന്ന് അമ്മയെ വിവരം പറഞ്ഞു. വേണേ അമ്മ ഒളിച്ചു വയ്ക്കായിരുന്നു. ആ പോസിറ്റിവിറ്റി തന്നെ ആരും കാണാത്തത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ കുറച്ച് പേര് അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ വേറെ ഇതെന്നൊക്കെ പറഞ്ഞ് ഒരു വേറൊരു ആംഗിൾ, ഇത് ഞാൻ കുറ്റം പറയല്ല. അത് പറയുന്ന വ്യക്തിയുടെ ഇതനുസരിച്ചിരിക്കും. ജെന്യുവനായിട്ട് പറയുന്നവരുണ്ടാവാം, ചിലർക്ക് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പറയുന്നവരുണ്ടാകാം. ഒരു സംഭവം നടക്കുന്നു, ആരും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതിൽ നിന്ന് ആരും കാണാത്ത രീതിയിൽ ഒരു ഐറ്റം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്യും. കാരണം ഇപ്പോഴത്തെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് ഉടനെ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് വരും. ഈയിടെയൊക്കെ ഞാൻ കണ്ടു ഒരു ആക്ട്രസ് ഒരു വളരെ ഇതായിട്ടൊരു പറഞ്ഞൊരു കാര്യം അങ്ങ് എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇത്. ഞാൻ ആ പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സാറേ ഞാനിതാ പറഞ്ഞത്, വന്നത് ഇങ്ങനെയാണ്, എന്തെങ്കിലും പറയട്ടെ എന്ന് പുള്ളിക്കാരി ആ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് അതങ്ങ് കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിന് ഒന്നാമത്തെ കാര്യം എന്നറിയോ, ഞാൻ എടുത്തൊരു പോളിസി ഉണ്ട് ലൈഫിൽ. എനിക്ക് ജീവിക്കാൻ സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളായാൽ മതി. എനിക്ക് ഒരാളുടെ വാലിഡേഷനോ ഒരാളുടെ സർട്ടിഫിക്കറ്റോ കിട്ടിയിട്ട് നാട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് നാട്ടുകാരെന്ന് പറയുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, അതിനെ ഭയക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് മൈൻഡ് ചെയ്യാത്തവർക്ക് ഈ ഒരു പ്രശ്നവുമില്ല. എന്നെക്കുറിച്ച് എന്തെല്ലാം വിമർശിച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ഞാൻ ഒരിക്കൽ ഒരാളോട് പറഞ്ഞു, എനിക്ക് ഈ ലോകത്ത് ആരോടും ഞാൻ ആൻസറബിൾ അല്ല, എൻ്റെ മക്കളോട് പോലും. ഐ ആം ആൻസറബിൾ ടു ഓൺലി വൺ പേഴ്സൺ, മൈ വൈഫ്. കാരണം എൻ്റെ പാർട്ട്ണറായിട്ട് എൻ്റെ കൂടെയുള്ള ഒരാളാണ്. എന്നാൽ പിള്ളേർ അവരുടെ കാര്യം അവരുടെ വഴിക്ക് പോകും, അവർക്ക് അവരുടെ ജീവിതം. ഞാൻ അവരെ അധികം വിമർശിക്കാൻ ചെയ്തില്ല. എൻ്റെ അഭിപ്രായം പറയും, ഞങ്ങൾ തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാവും, തർക്കം ഉണ്ടാവും, പല കാര്യത്തിലും പറയും. ഞാൻ പറയും ഇതെൻ്റെ ശരിയാണ്, ഓക്കെ ഫൈൻ, അവർ പോകും. ഞാൻ ചില കാര്യം ചോദിക്കുമ്പോൾ അതങ്ങനെയാണ്, ഇത് ഞങ്ങളുടെ ശരിയാണ്, ഓക്കെ ഫൈൻ, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അത്രയേ ഉള്ളൂ. എനിക്ക് ജീവിക്കാൻ വേറൊരാളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ഞാൻ ശരിയായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര പെർഫെക്റ്റ് മനുഷ്യനാണെന്നുള്ള ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരു സാധാരണ പച്ചയായ മനുഷ്യനാണ് ഞാൻ ആരെയും വേദനിപ്പിക്കാനും ഒന്നും പോകില്ല, കഴിയുന്നവരും. പിന്നെ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമല്ല ഞാൻ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി, ഞാൻ അതാരായാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പിന്നെ പറയട്ടെ എന്നേ. ഒത്തിരി അലിഗേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് മോഹിനിയാട്ടം വർക്കായിരുന്നു.
എനിക്ക് ഭരതനാട്യവും ഇഷ്ടമായിരുന്നു, മോഹിനിയാട്ടവും ഇഷ്ടമായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ബേസിക് ഓഡിയനാണ്. ഇവിടെ പലർക്കും ഇഷ്ടമില്ലാത്ത പല ഹ്യൂമർ സിനിമകളും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ചെറിയ കാര്യത്തിന് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ കോമഡി പ്രോഗ്രാംസ് കാണാനായിട്ടാണ്. അല്ലെങ്കിൽ ഈ റീൽസ് ഇല്ലേ നമ്മൾ പെറ്റ്സിൻ്റെയും ചിരിക്കാനുള്ള, ഞാൻ അതാ കാണുന്നത്. ഇപ്പോൾ ഇവളുമാരെ ഞാൻ ഇടയ്ക്ക് വിളിക്കും, മേടി വരും, ഞാൻ നല്ല കോമഡി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഭയങ്കര എനിക്കങ്ങനത്തെ ബേസിക് ഹ്യൂമർ ഞാൻ ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലരൊക്കെ ഇരുന്നുകൊണ്ട് വളിപ്പ് അത് ഇതെന്ന് കുറ്റം പറഞ്ഞാണ്. ഓക്കെ ഫൈൻ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. സാർ ആക്ച്വലി പല ജോണേഴ്സിലും സിനിമ എഴുതുന്നത് സയൻസ് ഫിക്ഷൻ എഴുതാൻ ശ്രമിച്ചു. ആക്ച്വലി അതും താല്പര്യമുണ്ട്. എഴുതാൻ അറിയില്ല, നമ്മൾ എന്നറിയോ, എനിക്ക് എൻ്റെ മനസ്സിൽ ഒത്തിരി ആശയങ്ങൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടികളുടെ സിനിമയ്ക്കുള്ള ആശയം പോകുന്നുണ്ട്, മ്യൂസിക്കൽ സിനിമയുടെ ആശയം നടക്കുന്നുണ്ട്, സയൻസ് ഫിക്ഷൻ്റെ സാധനമുണ്ട്, ഹൊററിൻ്റെ പോകുന്നുണ്ട്. ഞാനിപ്പോഴും അതൊരു സ്ക്രിപ്റ്റിങ്ങിലേക്ക് കയറുക എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫ്രെയിം ആകുമ്പോഴേ ഞാൻ എഴുത്തിലേക്ക് കയറാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ദൃശ്യം ഞാൻ എഴുതിയത്, മെമ്മറീസൊക്കെ എഴുതിയത് ഞാൻ 2007, 2008 അല്ല 2009 അപ്പത്തിനുള്ളിലുള്ള സമയത്താണെങ്കിലും ഈ ആശയങ്ങൾ 2000-ലും മെമ്മറീസ് എനിക്ക് തോന്നുന്ന 2001, 2002 കാലങ്ങളിൽ ഒക്കെ ആയിട്ടാണ് എനിക്കിത് വന്നത്. കുറേ നാളുകൊണ്ടാണ് ഞാനിങ്ങനെ, അതുകൊണ്ട് പിള്ളേരെല്ലാം ആബ്സെൻറ്റ് മൈൻഡഡാന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം 2 പേരൂടെ എൻ്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ, ഞാനത് അറിഞ്ഞില്ല. അവസാനം ഇത് ഞാൻ കേട്ടു, മൂത്തോളം ഇളയവളോട് പറയുന്നത് കേട്ടു, ഡാഡി വേറെന്തോ ആലോചനയില്ലാന്ന് പറഞ്ഞു. എനിക്ക് എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു, എന്തോ വന്ന് പറഞ്ഞു. പക്ഷേ ഞാനെന്നേരം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഞാനതുപോലെ ഒരിടത്ത് പറഞ്ഞ ദൃശ്യം 3യുടെ ആ പോലീസ് സ്റ്റേഷൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആദ്യത്തെ സ്ക്രിപ്റ്റിലില്ല. അത് ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത് ആശയം. അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ മൊത്തത്തിൽ അതൊന്ന് റീവർക്ക് ചെയ്തു. അതിന് യാത്രകളിൽ കേൾക്കും, പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കും, ചിലപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അതിൽ നിന്ന് ഒന്ന് പോയിട്ട് വരും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ആബ്സെൻറ്റ് മൈൻഡാണ് ഞാൻ. റൗണ്ട് ദ ക്ലോക്ക് ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ ഇങ്ങനെ കഥകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിൽ എൻ്റെ ഉള്ള തോട്ടുകൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനകത്തൊരു പ്രത്യേക, ഇവിടെ ഒരു കാഴ്ച ഞാൻ കണ്ടു, ഒരാൾ ചിലപ്പോൾ കിടന്ന് ഷൗട്ട് ചെയ്ത് ഗോളുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറൈസേഷൻ ഇത് മറ്റേ ക്യാരക്ടറിന് കൊടുത്താലോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ദൃശ്യത്തിന് അല്ല നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, മൈബോസിനകത്ത് അച്ഛൻ്റെ ക്യാരക്ടറില്ലേ, അതെൻ്റെ ഫാദറിൻ്റെയാണ്. ജോർജ് കുട്ടിയുടെ ഒത്തിരി ട്രേറ്റ്സ് എൻ്റെ ഫാദറിൻ്റെ ഇതിൽ നിന്നുള്ള ആ ലൈറ്റ് ഓഫ് ചെയ്യുന്ന അടക്കം. കാരണം ഇപ്പോൾ ഞാൻ ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകും, അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ. ഇനി ജോർജ് കുട്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ഇനി വരുന്ന സിനിമകളിൽ അടുത്തതിൽ കാണുമ്പോൾ അതിനകത്തെല്ലാം ഫാദറിൻ്റെ ലൈഫിലൊക്കെ നടന്ന കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ കാണുന്ന പല സാധനങ്ങളും പല ഇൻസിഡൻസും ഒക്കെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് അത് ചെയ്യും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു ഇംപ്രഷൻ വെച്ചിട്ട് ചോദിക്കുകയാണ്, ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആള് വളരെ ഒട്ടൊരു സിനിമാക്കാരൻ ഫീൽ തരുന്ന ഒരാളല്ല. വെരി നോർമൽ, ഒരു ലൈറ്റ്നെസ് ഓഫ് ദ ബീയിങ് ഉള്ള ഒരാളായിട്ട് തോന്നുന്നു. കോംപ്ലിക്കേഷൻസ് കുറവുള്ള അങ്ങനെ തന്നെയാണോ? എൻ്റെ ഫാദറിൻ്റെ ആയിരിക്കും. കാരണം ചേച്ചൻ MLA ആയിരുന്ന സമയത്തും പുള്ളി ഒരു സാധാരണക്കാരനെ പോലെയായി ജീവിച്ചിരുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ബേസിക്കലി റബ്ബർ പ്ലാന്റേഴ്സ് ആയിരുന്നു. ചാച്ചൻ നല്ല കൃഷിക്കാരനായിരുന്നു. അന്ന് വല്യപ്പൻ രാഷ്ട്രീയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് PJ ജോസഫ് ഇവരോടെയാണ് ഒന്നിച്ചിറങ്ങിയത്. അന്ന് ഗ്രാൻഡ് ഫാദറിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അങ്ങനെ പോയി പുള്ളി ഇടയ്ക്ക് MLA ആയിരിക്കുമ്പോഴും അവിടേക്ക് ഇങ്ങനെ ഇരിക്കും, ഫ്രീ ആണെങ്കിൽ അവിടെ പറമ്പിൽ പണിക്കാരുണ്ടെങ്കിൽ അവിടെ ചെല്ലും, അവിടെ നിന്ന് പശുവിനെ അങ്ങോട്ടൊന്ന് മാറ്റി കിട്ടി. ടിപ്പിക്കൽ ആ ഒരു കൃഷിക്കാരൻ്റെ ലൈഫ് സ്റ്റൈലായിരുന്നു. പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ എവിടെ ചെന്നാലും എൻ്റെ ഫാദറിനെ അറിയാവുന്നവർ ഇന്നയാളുടെ മോനാന്ന് പറയുമ്പോൾ ആണോ പെട്ടെന്ന് അവർ ഇത് മറന്നു കേട്ടിട്ടുണ്ട്. നമ്മൾ ചില ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ പേരും അഡ്രസ്സൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ചും കുറേ വർഷം മുമ്പ് കല്യാണത്തിൽ കൊച്ചേട്ടൻ്റെ എന്നിട്ട് ആദ്യം പറയാം. അങ്ങനെ നമുക്കത്രയും ഇത് കിട്ടുന്നുണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ കുറച്ച് പൈസ കളഞ്ഞാലും അദ്ദേഹം നല്ലൊരു പേരുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, എൻ്റെ ഫാദറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉപദേശിച്ചിട്ടില്ല, അധികം ജീവിച്ച് കാണിച്ചു തന്നു അങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒന്നും ഏഴയിലൊക്കെ തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ എൻ്റെ ഒരാൾ വന്നിട്ട് പറഞ്ഞു,
കൊച്ചേട്ടനെ കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷന് വിളിച്ചു. MLA ആണ് വിശിഷ്ടാതിഥി. അപ്പോൾ അവിടെ മറ്റേ ബാൻഡ് സെറ്റും മറ്റേ താലപ്പൊലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിന്ന് കഴിഞ്ഞ് അവരിങ്ങനെ റെഡിയായിട്ട് ഇപ്പോൾ വരുമെന്ന് പറയുമ്പോൾ വീട്ടിൽ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ട്, ഇതാണ് കാറേ വരുമെന്ന്. കൃഷിക്കാരൻ അതിൻ്റെ ഇച്ചിരി പിശുക്കും ഉണ്ടായിരുന്നു. 2 കാറ് കിടക്കുമ്പോഴും ബസ്സിന് പോകില്ലായിരുന്നു. അത് മക്കൾ കാർ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും. അതാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ അടിച്ചു പൊളിയും പുള്ളികൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചോട് പറയും, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് തേക്കുന്നു, അവൻ അടിച്ചു പൊളിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്കൂട്ടർ വന്നു. സ്കൂട്ടറിൻ്റെ പുറകെ ചാച്ചൻ ഇറങ്ങി ചെന്നു. പുള്ളി എപ്പോഴും പറയും. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം എൻ്റെ ഫാദറിനെ കുറിച്ച് അങ്ങനെ നല്ലത് പറയുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഈ നമ്മൾ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പം അവിടെ ആണ്ടൂർ പാനയാണ്, അല്ല ആണ്ടൂർ പാനയല്ലേ, നമ്മൾ 7-10 അങ്ങനെ ഓരോ പള്ളിയിലൊരു ഒപ്പീസ് ചെല്ലുന്ന ഇതുണ്ട്. അപ്പം അന്ന് കുർബാനയ്ക്ക് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞു, ഈ ഒപ്പീസും ഇതൊന്നും ചെയ്യുന്നതൊന്നുമല്ല കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോ അമ്മച്ചിയോടോ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒപ്പീസിനേക്കാളൊക്കെ ഇത് നിങ്ങൾക്കില്ലാത്തതും നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കേസ് എടുക്കാൻ ഫാദറിനും ഉള്ള ഒരു നല്ല ക്വാളിറ്റി സ്വന്തമാക്കാൻ നോക്കുകയാണ്. അന്ന് തൊട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ചാച്ചൻ്റെ ക്ഷമ ഭയങ്കരമായിട്ട് ക്ഷമിക്കുമായിരുന്നു. മുമ്പിൽ വൈകുന്നേരങ്ങളിൽ മുമ്പിൽ വന്ന് കള്ളും കുടിച്ചിട്ട് രാഷ്ട്രീയപരമായി എതിർക്ക ശൈലിയിലുള്ളവർ വന്ന് തെറി വിളിച്ചാലും പിറ്റേ ദിവസം അന്ന് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഈ സിമെൻറ്റ് കിട്ടണമെങ്കിൽ MLAയുടെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ എതിർകക്ഷിയിലുള്ളവരൊക്കെ രാത്രി കള്ളു പിടിച്ചിട്ട് തെറിയെ വിളിക്കും. 2 ദിവസം കഴിയുമ്പോൾ വന്നിട്ട് പറയും, കുറച്ച് സിമെൻറ്റ് വേണമായിരുന്നു. പുള്ളി അപ്പം നീ എന്നെ തെറി വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പെട്ടുകൊടുക്കും. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എനിക്കത് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുമ്പോൾ 100 നാക്കാന്ന് പറയും. പക്ഷെ അത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എങ്ങനെയൊക്കെ ജീവിക്കുക. എൻ്റെ ബ്രദേഴ്സാണെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു ഞങ്ങൾ ബേസിക്കലി ഒരു സാധാരണക്കാരനാണ്. ആ ഒരു ജീവിതം ജീവിക്കല്ല. പിന്നെ സിനിമയിൽ ഇങ്ങനെ അങ്ങ് പോകുമ്പോഴും ഞാൻ പിള്ളേരോട് പറയും, നമ്മളെ ഇത് പോകുന്നതിനേക്കാൾ ഇരട്ടി സ്പീഡിൽ താഴേക്ക് വരും. അതുകൊണ്ട് നമ്മളൊരു ബേസിക് ജീവിതം അങ്ങ് ജീവിച്ചാൽ വലിയ കുഴപ്പമില്ലല്ലോ. എന്ന് കരുതി നമുക്ക് ഇഷ്ടമുള്ള വണ്ടി മേടിക്കുക കാശ് അതൊന്നുമല്ല. നമ്മൾ പുതിയ ചാച്ചൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആകാനായിട്ട് നോക്കാറുണ്ട്. ചാച്ചനോട് ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നത്? ചേച്ചനെ അങ്ങനെ ഞാൻ മദറിനോട് ചോദിച്ചു. അമ്മച്ചു പറഞ്ഞു, എടാ ചേച്ചൻ ആ കാറിൽ പോകുന്നതിനേക്കാൾ സന്തോഷം ആ ബസ്സിൽ ആ നാട്ടുകാരുടെ വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്ന കാറിൽ പോകുമ്പോൾ അതിൻ്റെ പെട്രോൾ ചിലവ്, അതിൻ്റെ ടയർ തീരുമാനം എന്ന് ചിന്തിക്കും. സാധാരണ കൃഷിക്കാരുടെ ഇതാണ്. അത് തന്നെയാണ് ഞാൻ ജോർജ് കുട്ടി ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിത് പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ വാല്യൂവിൻ്റെ കാര്യത്തിൽ, ഈ സിനിമയൊക്കെ ഫസ്റ്റും സെക്കൻഡും ഇതൊക്കെ ചെയ്യുമ്പോൾ ആ വീടിനകത്തൊരു ചേഞ്ചസ് കൊണ്ട് ഞാൻ മടിക്കും. കാരണം ജോർജ് കുട്ടി മുടക്കും അതിന് പൈസ. പുള്ളി തിയേറ്ററിൽ ചിലപ്പോൾ തുടങ്ങും, പക്ഷേ ആ വീട്ടിലൊരു TV മാറ്റാൻ പുള്ളി ചിലപ്പോൾ സമ്മതിക്കില്ല. കാരണം ചിലവാണ് അത്. അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ജീപ്പ് അവിടെ കിടപ്പുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ കാർ മേടിക്കുന്ന കാർ ഷെഡ് മേടിച്ചിട്ടാണല്ലോ വണ്ടിക്ക് എന്തിനാ പെട്രോൾ എന്നൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്ന പോലെ അത്രയും എൻ്റെ ചാച്ചനില്ലായിരുന്നു. പക്ഷേ ആ ട്രേറ്റ്സ് എടുത്തിട്ടാണ് ഞാൻ അതിനകത്തേക്ക് യൂസ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്നത്. 3rd വന്നപ്പം കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയേക്കാന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അങ്ങനത്തെ കുറച്ച് ഇത് ചെയ്തു. അപ്പം ഞാനെപ്പോഴും അതിനെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഫാദർ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായിരിക്കാം, അതെൻ്റെ ഗുണമല്ല, ഫാദറിൻ്റെയാണ്.